ഏഷ്യാനെറ്റിലെ ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാൻ പോകുന്നു എന്നുള്ളതല്ലേ. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഏഷ്യാനെറ്റിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നത്. മിക്ക ദിവസവും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കാറുള്ള ആളാണ്, വീക്ഷിക്കാറുള്ള ആളാണ്. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ, പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ഏകദേശം നല്ല പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിന് ചില കാര്യങ്ങളിലൊക്കെ പിന്തുണയ്ക്കാൻ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലിരുന്ന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിന് സമാനമായിട്ട് കടന്നു പോവുകയും മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വാസം തോന്നി. ആ വിശ്വാസ്യത പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ചൂഷണം ചെയ്യുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ പറയാനുള്ള കാര്യം, ഈ അടുത്ത കാലത്താണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് പൊടുന്നനെ ഒരു സാധാരണ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരാൾ റിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മാസത്തെ നോട്ടീസ് പീരീഡൊക്കെ നിൽക്കേണ്ടതാണ്. അങ്ങനെ പോലും ഇല്ലാതെ രാഖി രാമാന ഏഷ്യാനെറ്റ് അദ്ദേഹത്തെ ഈ മൂടോടെ പിഴുതുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തിനായിരിക്കും അദ്ദേഹം പോയിട്ടുള്ളത്? സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും അതിനെ സംബന്ധിച്ച് എപ്പോഴും വാചാലനാകുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഈ സംഘപരിവാറിനെതിരെ വിമർശിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നടത്തുന്ന ചാനലിലേക്ക് പോയതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പിടിയും കിട്ടിയില്ല. കാര്യം ഇത്രമാത്രം സംഘപരിവാർ വിരുദ്ധനായിട്ട് അദ്ദേഹം നിലപാടുകൾ പറയുന്ന വ്യക്തി എന്തിനാണ് അവിടെ പോയെന്നുള്ള ചോദ്യത്തെ കഴിഞ്ഞ കുറച്ചു കാലത്തെ അദ്ദേഹത്തിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് പരിപാടി കണ്ടപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടു.